ചേട്ടാ, എനിക്കൊന്ന് ചോദിക്കാനുള്ളത് കളമശ്ശേരിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അതായത് ബൈ ബൈ പിണറായി എന്നൊരു ഫ്ലെക്സ് വെച്ച് കോൺഗ്രസ് ഫ്ലെക്സ് വെച്ചു. അതിന് തുടർച്ചയായി CPM പ്രവർത്തകർ അവരെ വീട് കയറിയും ഇന്ദിരാഭവൻ അവരുടെ പാർട്ടി ഓഫീസ് കയറിയും മർദ്ദിക്കുന്നു. 7 CPM പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, കണ്ണൂരിൽ ഒരു 19കാരനെതിരെ കേസ് എടുത്ത ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന പിണറായി വിരുദ്ധത എന്താണ് സൂചിപ്പിക്കുന്നത്? പിണറായി വിരുദ്ധത ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം വരണം എന്ന് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെതായിട്ടുള്ള ചെറിയ അലയടികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇത്തവണ UDF വൻ വിജയം അവകാശപ്പെടുന്നു. വിജയിക്കുമെന്ന് ഉറപ്പിച്ച പല മണ്ഡലങ്ങളിലും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിപതറിയിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. അതിനിടയിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ വേറെ. ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടിയാണ് ഇന്നലത്തെ ഫ്ലെക്സ് വിവാദം. നമുക്കറിയാവുന്നതാണ്, ബൈ ബൈ പിണറായി എന്നും പറഞ്ഞൊരു ഫ്ലെക്സ് വെച്ചു. അത് രാത്രി ആരൊക്കെ കത്തിച്ചു. അതിനുശേഷം വീണ്ടും ആക്രമണം അഴിച്ചു വിടുന്നു. ആ ഫ്ലെക്സ് എടുത്ത് മാറ്റിയാൽ തീരാവുന്ന ഒരു വിഷയത്തിന് പാർട്ടി ഓഫീസ് ആക്രമിക്കുന്നു, ഇന്ദിരാഭവൻ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ 7 CPM പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഓഫീസിന് മുമ്പിലുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നു, ഓഫീസിന് നാശനഷ്ടം ഉണ്ടാക്കുന്നു, കയ്യിൽ കത്തിയുമായി വരുന്നു, മാരകായുധവുമായി വരുന്നു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂരിൽ വടിവാളുമേന്തി നമ്മുടെ മാർച്ച് നടത്തുന്ന അതെ കുറച്ച് SFI പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. ഇത് കണ്ണൂരായാലും എറണാകുളമായാലും തിരുവനന്തപുരമായാലും കോട്ടയമായാലും കൊല്ലമായാലും കോഴിക്കോടായാലും പത്തനംതിട്ടയായാലും എവിടെയാണെങ്കിലും പാർട്ടി പ്രവർത്തകരുടെ ഒരു രീതി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. കാരണം മാരകായുധവും ബോംബും ഇല്ലാതെ ഇവർക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റുകയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ഇവിടുത്തെ പ്രവർത്തകർ മാറി തുടങ്ങിയിരിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തരം അക്ഷമതയും ആ അക്ഷമയിൽ നിന്ന് ഒഴിവാകുന്ന ആക്രമണങ്ങളും സൂചിപ്പിക്കുന്നത്. എൻ്റെ ചോദ്യം, അതായത് ആ ഫ്ലെക്സിലുള്ളത് ബൈ ബൈ CPM എന്നോ അല്ലെങ്കിൽ ബൈ ബൈ LDF എന്നോ അല്ലെങ്കിൽ ബൈ ബൈ CPI അങ്ങനെ ഒന്നുമല്ല, ബൈ ബൈ പിണറായി എന്ന് മാത്രമാണ്. എന്താണ് ആ ഒരു വിരുദ്ധതയോടുള്ള പിണറായിയോട് ഇത്ര വിരുദ്ധത ഉണ്ടാകാൻ എന്തായിരിക്കും? പിണറായിയോട് വിരുദ്ധത ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അടുപ്പിച്ച് 2 മന്ത്രിസഭ വരുന്നു, തുടർഭരണം കിട്ടുന്നു. ആ തുടർഭരണ സമയത്ത് ആദ്യവും പിണറായി ആയിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം 2ാം ടൈമിലും LDF 2.0 പിണറായി തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ഇനിയിപ്പോൾ LDF 3.0 വന്നു കഴിഞ്ഞാലും മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവർക്ക് കാണിക്കുവാനായിട്ടില്ല. കാരണം പാർട്ടിക്കുള്ളിൽ എന്താ പറയുന്നത്, അങ്ങനെ കഴിവുള്ളവരൊന്നും എടുത്ത് കാണിക്കുവാനായിട്ട് മുന്നിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം പിണറായി തന്നെയാണ് ഇനിയും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. ഇനി ജയിച്ചെങ്കിൽ ജയസാധ്യത തുലോം കുറവാണ് എന്നിരിക്കെ എങ്ങാനും ജയിച്ചു പോയെങ്കിൽ ഉറപ്പായും ആരാകും അവിടെ മുഖ്യമന്ത്രിയാവുക? ഒരു ചോയ്സ് അല്ലേ? MV ഗോവിന്ദ മാസ്റ്റർ ഒരു ചോയ്സ് അല്ലേ? അയാൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് പാർട്ടിയെ മൊത്തത്തിൽ കൊണ്ട കുഴി ചാടിച്ച മനുഷ്യനാണ് MV ഗോവിന്ദൻ. അയാളെയൊക്കെ കൊണ്ട മുഖ്യമന്ത്രി ആയിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ പുച്ഛിച്ച് ഇരിക്കാനല്ലാതെ എന്താണ് അങ്ങനെ അറിയാവുന്നത്? അല്ല, ഒരുപക്ഷെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഇതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ന്യായീകരണം വല്ലാതെ കൂടി. ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ ആ ഒരു ന്യായീകരണ കാര്യങ്ങളെല്ലാം കുറയത്തില്ലേ? ഒരു ഭരണാധികാരിയാവാൻ ഒരു യോഗ. കേരള സംസ്ഥാനത്തെ ഏറ്റവും വസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും MV ഗോവിന്ദൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ. ബെസ്റ്റ് അല്ല, വസ്റ്റ്, ഏറ്റവും വേസ്റ്റ്, ഏറ്റവും മാലിന്യം നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് MV ഗോവിന്ദനായിരിക്കും, നിസ്സംശയം പറയാൻ പറ്റും. ഇന്ന് പാർട്ടിയിൽ നിന്നും പാർട്ടി നേതാക്കൾ, അതായത് പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്ന ശക്തരായ വ്യക്തികൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം MV ഗോവിന്ദന്റെ മേൽക്കോയ്മയാണെന്ന് ഞാൻ നിസ്സംശയം പറയും. അയാളുടെ മുഖത്തൊരു ചിരി ഉണ്ടാവാറുണ്ട്, എല്ലാവരെയും ആക്കി ചിരിക്കുന്ന ഒരു ചിരി, പുച്ഛത്തിന്റെ ചിരി, അഹങ്കാരത്തിന്റെ, അക്ഷമയുടെ, ഒരുതരം മേൽക്കോയ്മയുടെ ഒരു ചിരി. ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ആഷിക്ക സത്യം. പക്ഷേ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏത് ഒരു നിലയിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് ക്യാപ്സ്യൂൾ കൊടുക്കുന്നതിന് സപ്പോർട്ട് എന്നാണോ പറയുന്നത്? ക്യാപ്സ്യൂൾ കൊടുക്കുന്നതിനാണോ സപ്പോർട്ട് എന്ന് പറയുന്നത്? അല്ല, ആ പാർട്ടി താഴെ പോകാതിരിക്കാൻ ആ പാർട്ടി സെക്രട്ടറി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ന്യായീകരണവും കാര്യങ്ങളും. പാർട്ടി എവിടെ കിടക്കുന്നത്?
ഈ പാർട്ടി സെക്രട്ടറി ചെയ്ത് പാർട്ടി ഇവിടെ കിടക്കുന്നത്? CPM-നോടുള്ള വിദ്വേഷമാണോ അതോ പിണറായിയോടുള്ള വിദ്വേഷം മൂലമാണോ അത് ഇപ്പോൾ ഈ പാർട്ടി വിട്ടുപോയ ആൾക്കാർ പോയി എന്ന് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടോ എന്ത് എതിർപ്പ് കൊണ്ടായിരിക്കും ഇവർ വിട്ടുപോയത്? പാർട്ടി വിരുദ്ധതയുണ്ട്, ഭരണവിരുദ്ധതയുണ്ട്, പിണറായി വിരുദ്ധതയുണ്ട്. പിണറായി വിരുദ്ധത സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. ഭരണവിരുദ്ധത സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. ഈ പറയുന്ന പാർട്ടി വിരുദ്ധത ചില കേന്ദ്രങ്ങളിൽ, അമ്പലപ്പുഴ നോക്കിയാലും ഈ പറയുന്ന കൊല്ലത്ത് കൊട്ടാരക്കര നോക്കിയാലും അതുപോലെ തന്നെ കണ്ണൂർ നോക്കിയാലും എല്ലാം തന്നെ, പാലക്കാട് നോക്കിയാലും എല്ലാം തന്നെ ഈ പാർട്ടി നേതൃത്വ വിരുദ്ധതയുണ്ട്. എന്താ പറയുന്നത്, തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ നിഷ്കരണം തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നുണ്ട്. ഇത് പിണറായി മാത്രമല്ല, അതിൽ MP ഗോവിന്ദന് നല്ല കൈയുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഈ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയോടുള്ള വിരോധം മൂലം അദ്ദേഹത്തിന്റെ മകളെ സൈബർ ഇടത്തിൽ ആക്രമിക്കുക, ഭാര്യയെ മോശമായിട്ട് സൈബർ ഇടത്തിൽ ആക്ഷേപിക്കുക, അതൊക്കെ ഒരു ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഒരു പരാതി ഉയർന്നിട്ടുണ്ട് വീണ വിജയനെതിരെ സൈബർ ഇടത്തിൽ രൂക്ഷമായ അതിക്രമം. ഒരു വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഭരണാധികാരി പോട്ടെ, ഒരു വ്യക്തിയോടുള്ള അധിക്ഷേപം മൂലം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള ഒരു അതിക്രമം അത് അംഗീകരിക്കാവുന്നതല്ല, അത് അംഗീകരിക്കരുത്. ആഷിക്ക്, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് സ്വന്തം കുടുംബത്തിൽ കൊള്ളുമ്പോഴാണോ ഈ പോരാളി ഷാജി എന്ന പേരിലും ചുവപ്പ് കോട്ട എന്ന പേരിലുമൊക്കെ ഓരോ പേജും ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ടേച്ച് ഈ പറയുന്ന VD സതീശനെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെയും ചെന്നിത്തലയും അടക്കമുള്ളവരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിരിക്കുന്നവരെയും കളിയാക്കുന്നില്ലേ, ട്രോളറില്ലേ? അപ്പോഴൊന്നും പൊള്ളാതെ സ്വന്തം കുടുംബത്തേക്ക് വരുമ്പോൾ മാത്രം എന്താണ് പൊള്ളുന്നത്? ഒരു കല്ലേറില് അത് എൻ്റെ ദേഹത്ത് കൊണ്ടാലും നിന്റെ ദേഹത്ത് കൊണ്ടാലും അത് വേദന ഒന്ന് തന്നെയാണ്. അത് ഒരിടത്ത് കൊള്ളുമ്പോൾ മാത്രം ചിരിക്കുകയും ഒരിടത്ത് കൊള്ളുമ്പോൾ മാത്രം കരയുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ലല്ലോ. ഇപ്പോൾ ഒരു ലെഫ്റ്റ്, അതായത് ഇടത് സഹയാത്രികൻ, അവന് എന്താ ഓൾറെഡി ഒരു അഗ്രസീവ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാർട്ടിയിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അഗ്രസീവ്നെസ്, അല്ലെങ്കിൽ ഒരു നേച്ചർ ഉണ്ട്. അതെന്താണ് ആ ഒരു സപ്പോർട്ട് എന്തായിരിക്കും? അതിനോടുള്ള ഒരു സപ്പോർട്ട് എന്താണ്? ഒരു റിയൽ ലെഫ്റ്റിസ്റ്റ് എപ്പോഴും അയാൾ പാർട്ടിയെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ, അല്ലാതെ പാർട്ടി നേതാക്കളെ അല്ല. പാർട്ടിയാണ് അവനെപ്പോഴും അറ്റ്മോസ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ചെങ്കൊടി, പാർട്ടിയുടെ മുദ്രാവാക്യം, പാർട്ടിയുടെ അന്തസത്ത, പാർട്ടി പഠിപ്പിച്ചു തരുന്ന മൂല്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അല്ലാതെ പിണറായി വിജയനോ MP ഗോവിന്ദനോ VK ശ്യാമളയോ അതല്ലെങ്കിൽ KK ശൈലജയോ അങ്ങനെ ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ജില്ലകളിലുമുള്ള ഈ പറയുന്ന ലോക്കൽ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരോ അതല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അതായത് MLA മാരോ മന്ത്രിമാരോ ഒന്നുമല്ല. അവരൊക്കെ പാർട്ടിയിലെ വെറും അണികൾ മാത്രമാണ്. പാർട്ടിയാണ് വലുത്. ഒരു യഥാർത്ഥ ലെഫ്റ്റിസ്റ്റിന് എപ്പോഴും ആ പ്രസ്ഥാനം തന്നെയാണ് വലുത്, അല്ലാതെ അവിടുത്തെ നേതാക്കളല്ല വലുത്. നേതാക്കൾ അവർക്ക് വഴി കാണിക്കാനുള്ളവർ മാത്രമാണ്. പ്രസ്ഥാനമാണ് വെളിച്ചം. ആ പ്രസ്ഥാനത്തെ മറന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രസ്ഥാനത്തെക്കാൾ വരുന്ന നേതാക്കന്മാരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ വരുന്നത്. അക്രമ രാഷ്ട്രീയം എങ്ങനെയാണെങ്കിലും നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ആര് ചെയ്താലും, ഇടതൻ ചെയ്താലും വലതൻ ചെയ്താലും കേന്ദ്രം ചെയ്തു കഴിഞ്ഞാലും അക്രമ രാഷ്ട്രീയം തന്നെയാണ്. അത് തടുക്കപ്പെടണം. അതായത് ഒരു പ്രസ്ഥാനം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിരോധങ്ങളും എതിർപ്പുകളും വ്യക്തികളിൽ നിന്നുണ്ടാവും. അത് വ്യക്തികളുടെ ഒരു അഭിപ്രായം മാത്രമാണ്. ആഷിക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫ്ലെക്സിന്റെ പേരിൽ മാത്രം ഉണ്ടായതല്ല. ഭയക്കുന്നു, തോൽവി ഉണ്ടാകുമെന്ന് ഭയക്കുന്നു. ആ ഭയത്തിൽ നിന്നുണ്ടായ ആക്രമണമാണ്. അത് നിഷേധിക്കപ്പെടേണ്ടതും തടുത്ത് നിർത്തപ്പെടേണ്ടതും തന്നെയാണ്. നിർത്തപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലാതെ ഇവരെ നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഇവരിങ്ങനെ പോകും, അത് തീരുമാനിച്ചതാണ്. അക്രമ രാഷ്ട്രീയമാണ് ഇവിടുത്തെ കേരളത്തിലെ കുറെ കുട്ടി നേതാക്കളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്.